എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹനുമാൻ്റെ പ്രണയത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. സുവർണ്ണ മാച്ച പ്രണയിനിയുടെ പേരാണ്, അതായത് സ്വർണ്ണ മത്സ്യകന്യകയാണ്. അത് രാവണൻ്റെ മകളായിരുന്നു. അപ്പോൾ കഥ ഇങ്ങനെ പോകുന്നു. രാമായണ കഥയിൽ സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോകും. ലങ്കാധിപതിയാണല്ലോ രാവണൻ. അപ്പോൾ ലങ്കയിലേക്ക് പാലം കെട്ടാനായിട്ട് വാനരന്മാർ ഉത്സാഹിച്ച് പാറകൾ കടലിലേക്കിടും. ആ ഇടുന്ന പാറകളൊന്നും കാണാനില്ല, എവിടെ പോയെന്ന് മനസ്സിലാവില്ല. അത് കന്യകമാർ മാറ്റിയതായിരുന്നു. അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് രാവണൻ്റെ മകളായ സുവർണ്ണ മാച്ചയായിരുന്നു. അപ്പോൾ ഹനുമാൻ അതെല്ലാം മനസ്സിലായി. ഉടനെ ഹനുമാൻ പ്രണയം നടിച്ച് അവരോട് കൂട്ടാകും, മത്സ്യകന്യകയോട് കൂട്ടാകും. സുവർണ്ണയോട് കൂട്ടായിട്ട് പ്രണയിനിയായല്ലോ. അപ്പോൾ പിന്നെ ഹനുമാൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങും. കണ്ണൊക്കെ നിറഞ്ഞ് രാവണൻ കട്ടുകൊണ്ടുപോയ കാര്യവും രാമൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോയ കാര്യമൊക്കെ പറയുമ്പോൾ പ്രണയിനിയായപ്പോഴേക്കും അവർ വീണുപോയിട്ടോ. ഉടനെ തന്നെ ഹനുമാൻ പറഞ്ഞതെല്ലാം കേട്ടു. പാറകളെല്ലാം തിരിച്ചിടാൻ മറ്റു കൂട്ടുകാരോട് പറഞ്ഞു. അവരെല്ലാം പാറകൾ തിരിച്ചിട്ടു. അങ്ങനെ പാലം പണിതു. അപ്പോൾ ഹനുമാനെ പറ്റി പലതും വേറെ പറയുന്നുണ്ട്. എങ്കിലും ഹനുമാന് ഒരു കുട്ടിയുണ്ടായി, അതും ഇതിൽ പറയുന്നുണ്ട്. അതെല്ലാം കഥകൾ അങ്ങനെ ധാരാളം ഉണ്ട്. തായ്ലൻഡിൽ ഈ ഭാഗ്യദേവതയാണ് ഈ മത്സ്യകന്യക. അവരതെല്ലാം അവരുടെ വീടുകളിലൊക്കെ തൂക്കിയിട്ടുണ്ടാകും. ഈ മത്സ്യകന്യക ഭാഗ്യം കൊണ്ടുവരുന്ന ദേവതയാണെന്ന് കരുതുന്നു. പല സ്ഥലങ്ങളിലും പല പോലെയാണ് കഥകൾ പോകുന്നത്. നമ്മളും കഥകളിങ്ങനെ വായിക്കുമ്പോൾ അതങ്ങോട്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കഥയിൽ ചോദ്യമില്ല. അപ്പോൾ ഒന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല, അതൊരു കഥയാണ്. അപ്പോൾ ഹനുമാൻ്റെ പ്രണയിനിയാണ്, ഭാര്യയാണ് മത്സ്യകന്യക എന്ന് മനസ്സിലായി. അപ്പം നിങ്ങളിതെല്ലാം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലേ? നമുക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു അല്ലേ? ഇത് ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ മനസ്സിലാക്കി. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.